അടിവരയിട്ട് ഒറ്റവെട്ട് പത്മകുമാറിന് മുൻപേ പിണറായി കുടുങ്ങി എന്നൊരു ക്യാപ്ഷൻ കാണുമ്പോൾ രാഷ്ട്രീയ കേരളം അമ്പരക്കുന്നുണ്ടാകും. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിൽ പുറത്തുവരുന്ന പുതിയ രേഖകളും വിവരങ്ങളും വിരൽ ചൂണ്ടുന്നത് CPM-ന്റെയും സർക്കാരിന്റെയും തലപ്പത്തുള്ള അച്ചുതണ്ടുകളിലേക്കാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ പത്മകുമാറിനെ പാർട്ടി തന്നെ ഒരു തന്ത്രപ്രധാനമായ ബലിയാടാക്കുകയായിരുന്നു എന്നതിലേക്ക് നയിക്കുന്ന സൂചനകളുടെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിവാദമായ ഈ കേസിൽ പത്മകുമാർ 90 ദിവസമാണ് ജയിലിൽ കിടന്നത്. പത്മകുമാർ ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയത് സ്വർണം മുക്കാനാണെന്നായിരുന്നു പ്രധാന ആരോപണം. സ്വർണപ്പാളി എന്ന് എഴുതിയെടുത്ത് പത്മകുമാർ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളി എന്നാക്കി തിരുത്തിയെന്നാണ് മാധ്യമങ്ങൾ അടക്കം പ്രചരിപ്പിച്ചത്. എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കൈവശമുള്ള അജണ്ട നോട്ടിന്റെ യഥാർത്ഥ രേഖ പുറത്തു വരുമ്പോൾ കഥ ആകെ മാറുകയാണ്. പത്മകുമാർ തിരുത്തിയത് സ്വർണപ്പാളി എന്നല്ല, മറിച്ച് അജണ്ടയുടെ തലക്കെട്ടിൽ അച്ചടിച്ചു വന്ന പിത്തള എന്ന വാക്കാണ്. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽപ്പടിയിൽ മേഞ്ഞിരിക്കുന്ന പിത്തളപ്പാളികൾ സ്വർണം പൂശുന്നതിനെ കുറിച്ച് എന്നായിരുന്നു അച്ചടിച്ചു വന്നത്. എന്നാൽ ശ്രീകോവിലിലുള്ളത് പിത്തളയല്ല ചെമ്പുപാളികളാണെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് പത്മകുമാർ ആ പിത്തള എന്ന വാക്ക് അടിവരയിട്ട് വെട്ടി മുകളിൽ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളി എന്ന് എഴുതിയത്. ആ രേഖയുടെ ബാക്കി ഭാഗങ്ങളിലെല്ലാം ചെമ്പെന്ന് തന്നെയാണ് അച്ചടിച്ചിരുന്നതും. അതായത് ഒരു ക്ലറിക്കൽ പിശക് തിരുത്തുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ ഈ ഒരൊറ്റ തിരുത്തുപയോഗിച്ച് പത്മകുമാറിനെ ക്രൂശിക്കാൻ പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വലിയൊരു തിരക്കഥ ഒരുങ്ങിയിരുന്നു. ഈ അടിവരയിട്ട് ഒറ്റവെട്ടിയ തിരുത്തൽ പത്മകുമാറിനെ കൊടുക്കാനുള്ള ആയുധമായി മാറിയപ്പോൾ യഥാർത്ഥത്തിൽ കുടുങ്ങുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പുമാണ്. കാരണം പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ ആളായിരുന്നു പത്മകുമാർ. പത്തനംതിട്ടയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ പത്മകുമാറിനെതിരെ തിരിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് താങ്ങായി നിന്നത് പിണറായി ആയിരുന്നു. എന്നാൽ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കലുഷിതമായ സാഹചര്യങ്ങളിൽ പത്മകുമാറും അന്നത്തെ IG അടക്കമുള്ള ഉദ്യോഗസ്ഥരും എടുത്ത ചില തീരുമാനങ്ങൾ മുൻ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു എന്നാണ് സൂചനകൾ. അന്ന് മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന സമ്മർദ്ദങ്ങൾക്ക് പത്മകുമാർ പൂർണ്ണമായി വഴങ്ങിയില്ല. മാത്രമല്ല, ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി വന്ന വലിയ സ്വാധീന ശ്രമങ്ങളെയും പത്മകുമാർ പ്രതിരോധിച്ചിരുന്നു. ഇതാണ് പത്മകുമാറിനെ പാർട്ടിക്ക് കണ്ണിലെ കരടാക്കി മാറ്റിയത്. ഒടുവിൽ സ്വർണ്ണക്കേസ് വന്നപ്പോൾ വെറുമൊരു ക്ലറിക്കൽ തിരുത്തലിനെ സ്വർണ്ണ കവർച്ച ഗൂഢാലോചനയായി ചിത്രീകരിച്ച് പത്മകുമാറിനെ ജയിലിലേക്ക് തള്ളിവിടാൻ പാർട്ടി പച്ചക്കൊടി കാട്ടി. മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ അറിവോടെയാണ് ഈ ഒതുക്കൽ നടന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. പത്മകുമാറിന് മുൻപേ ഇപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നത്. തങ്ങളെ അനുസരിക്കാത്തവരെയും സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുന്നവരെയും എങ്ങനെ പാർട്ടി ഗൂഢാലോചനയിലൂടെ ഇല്ലാതാക്കുന്നതിനെ ജീവിക്കുന്ന തെളിവായി ഈ കേസ് മാറുകയാണ്. തോൽവിക്ക് പിന്നാലെ പത്മകുമാറിനെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പാർട്ടി കാണിച്ച തിടുക്കവും സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തെ പുറത്താക്കാൻ പാർട്ടി ഭയപ്പെടുന്നുണ്ട്. കാരണം പുറത്താക്കിയാൽ പത്മകുമാർ വായ തുറക്കുമെന്നും അങ്ങനെ സംഭവിച്ചാൽ ശബരിമല യുവതി പ്രവേശന കാലത്തും ദേവസ്വം ബോർഡ് ഭരണത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസും പാർട്ടിയും ഇടപെട്ട പല രഹസ്യങ്ങളും പുറത്തു വരുമെന്നും CPM-ന് നന്നായി അറിയാം. ചുരുക്കത്തിൽ പത്മകുമാറിനെ സ്വർണ്ണക്കള്ളനാക്കി ഒതുക്കാൻ നോക്കിയവർക്ക് മുന്നിലേക്ക് യഥാർത്ഥ രേഖകൾ എത്തിക്കഴിഞ്ഞു. ക്ലറിക്കൽ പിശക് തിരുത്താൻ പത്മകുമാർ നടത്തിയ ആ അടിവരയും ഒറ്റവെട്ടും ഇപ്പോൾ ചെന്നുകൊള്ളുന്നത് ഭരണകൂടത്തിന്റെ നെഞ്ചിലാണ്. ഈ സ്വർണ്ണ കവർച്ച വിവാദത്തിന്റെ പുകമറയ്ക്കുള്ളിൽ യഥാർത്ഥത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളുമാണെന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.